ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ലെഫ്റ്റ് ഓവർ വന്ന ഗീ റൈസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചക്കരച്ചോറ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും. നമ്മൾ ലഞ്ചിനൊക്കെ ഗീ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ബാക്കി വരും. അപ്പോൾ നമുക്ക് ഡിന്നറിനും ചിലപ്പോൾ റൈസ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഹെവി ആയതുകൊണ്ട് 2 നേരം നമുക്ക് ഗീ റൈസ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ നല്ലപോലെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ സബോളയും ഏലക്ക, കരയാമ്പൂ, പട്ട ഒക്കെ ചേർത്ത് നമ്മൾ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് ഓവർ റൈസ് ഉപയോഗിച്ചിട്ട് ചക്കരച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നമുക്കിത് ഈവനിങ്ങിലൊക്കെ ഒരു സ്നാക്ക് പോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, മധുരമുള്ളത് കൊണ്ട്. അപ്പോൾ ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലെഫ്റ്റ് ഓവർ വന്ന ഗീ റൈസ് എനിക്ക് ഇത്രയും പോകുന്ന ഒരു ബൗളിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയും അളവിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒരു പിടി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കാർഡമം പൗഡർ, അത് നന്നായി പൊടിച്ചിട്ടുള്ള ഏലക്കപ്പൊടി ആയിരിക്കണം, അതൊരു 1/4 ടീസ്പൂണ്. പിന്നെ ഒരു പിടി തേങ്ങ ചെറിയത്, പിന്നെ ശർക്കര ചെറുതാണെങ്കിൽ 2 ക്യൂബ്. ഇതിപ്പോൾ ഒരു വലിയ പീസായതുകൊണ്ട് ഒറ്റൊരു പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് മുന്തിരിയും കുറച്ച് നട്ട്സും, പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ ചൂടായാൽ അതിൽ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഓൾറെഡി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിതിപ്പോൾ ലെഫ്റ്റ് ഓവർ ആയതുകൊണ്ട് അതിലിപ്പോൾ അധികം അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി വരുന്ന ഗീ റൈസിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അധികം കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. അപ്പോൾ പിന്നെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടണമെന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഈ കാഷ്യൂ നട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് റൈസിന് ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റൈസിന് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കോരി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് റൈസിന് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിൽ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി 3-4 ടീസ്പൂൺ ഗീ ഇട്ടിട്ടാണ് ഗീ റൈസ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ ഗീയിൽ തന്നെ വറുത്ത് കോരണമെന്നില്ല. അപ്പോൾ അത് ഒന്നും കൂടി ഹെവിയായി മാറും. അതുകൊണ്ടാണ് ഞാനിവിടെ കോക്കനട്ട് ഓയിൽ വറുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം 1 ടീസ്പൂൺ ഗീയും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ ശർക്കര ഉരുക്കാൻ വെക്കുക. അപ്പോൾ ശർക്കര ഉരുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഇതിൽ വെള്ളം അധികമായി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വെന്ത നെയ്ച്ചോറാണ്. അപ്പോൾ വെന്ത നെയ്ച്ചോറ് ഓവർ വെള്ളത്തിൽ കിടന്ന് വെന്തിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ വളരെ കുറഞ്ഞ വെള്ളത്തിൽ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുക. നമ്മളിതിപ്പോൾ ഒരു സ്ട്രെയിനർ കൊണ്ട് അരിക്കുമ്പോൾ അരിപ്പേന്ന് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ശർക്കര ഉരുക്കിയിട്ട് നമ്മളിപ്പോൾ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഞാനിവിടെ അരിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൽ തന്നെ ഈ ഉള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂണ് ഏലക്ക പൗഡർ ഉണ്ട്. അതിനുശേഷം നമ്മൾ കോക്കനട്ട് ഇവിടെ ഒരു പിടി കോക്കനട്ട് ആവശ്യമുള്ളൂ. അതായത് ഒരു ബൗളിൽ എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ബൗൾ കോക്കനട്ടിൻ്റെ ആവശ്യമുള്ളൂ നമുക്കിവിടെ. അപ്പോൾ ഈ കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെന്ത ചോറായതുകൊണ്ട് ഇത് കുഴയാൻ പാടില്ല. അപ്പോൾ നമ്മൾ കോക്കനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് കൂടും, രണ്ടാമത് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോക്കനട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ടേസ്റ്റ് വളരെ കൂടും. പിന്നെ നമുക്ക് ഈ ശർക്കര നീര് പെട്ടെന്ന് കുറുകി കിട്ടുകയും ചെയ്യും. അപ്പോൾ കാരണം വെന്ത റൈസ് ഇതിൽ കിടന്നിട്ട് അധികം വേവേണ്ട ആവശ്യമില്ല. ഇതിൽ ആകെ ഒന്ന് ശർക്കര നീരൊക്കെ ഒന്ന് ഈ റൈസിൽ പിടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഇട്ട് വയ്ക്കുക. വളരെ ലോ ഫ്ലെയിം വേണം. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ലോ ഫ്ലെയിമിൽ ഇടണോ ആ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇത് ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഒരു 3-4 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ.
അതിനുശേഷം നമ്മൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂടി തുറന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ശർക്കര നീരും ചോറും തേങ്ങയൊക്കെ കൂടിയിട്ട് എല്ലാം നന്നായി മിക്സായി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഏലക്കപ്പൊടിയൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് ഏലക്കയുടെ ഒരു നല്ല സ്മെല്ലും വരും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നന്നായി സെറ്റായതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിന് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. എല്ലാ വീഡിയോൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ മറ്റുള്ള വീഡിയോകൾ കാണാനും മറക്കരുത്. താങ്ക്സ്.